അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. ഇത്രയും നാള് ചെയ്ത കണക്കത്തെയല്ല, ഒരു വെറൈറ്റി വീഡിയോ. ഇന്നിവിടെ അടി ഉറപ്പാന്ന് വെച്ചാൽ ഉറപ്പാണ്. കാര്യം ഈ വീഡിയോയിൽ അടിയായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ കഴിഞ്ഞ് അടി ഉറപ്പാണ്. അത് കൺഫേം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതേ കണക്കത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തത്. ഇന്നൊരു കപ്പിൾ ചലഞ്ച് വീഡിയോ ആണ്. സംഭവമൊന്നുമില്ല, കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്തായാലും അടി ഉറപ്പാ. ഡിസ്ക്ലൈമർ, അടി ഉറപ്പ്. എന്തായാലും അടി ഉറപ്പാണ്, വേറെ ഒന്നുമില്ല. എന്തായാലും അടി ഉറപ്പായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. പോട്ടെ. ആദ്യം കിസ് ചെയ്തത് ആരാണ്? പിന്നെ പറയാനില്ലല്ലോ. ഞാൻ തന്നെ. അപ്പൊ അടുത്ത ചോദ്യം നീ തന്നെ നോക്കും. അടി കഴിഞ്ഞാ ഫസ്റ്റ് മിണ്ടുന്നത് ഞാൻ ചുമ്മാതാ. ഞാൻ തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കണം, ഞാനാ മിണ്ടുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഞാനാ മിണ്ടുന്നത്. അല്ല, ഞാനാണ് മിണ്ടുന്നത്. ഞാൻ പറഞ്ഞുതരാം. അവളായിട്ട് അടി ഉണ്ടാക്കും, അവളായിട്ട് മിണ്ടും. കണ്ട കറക്റ്റായി. അവളായിട്ട് അടി ഉണ്ടാക്കുന്നത് അവളായിട്ട് ഒന്ന് മിണ്ടും. ഞാനായിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പോയി മിണ്ടത്തില്ല. അന്നേരെ പിണങ്ങി ഒരു പോക്ക. ഞാൻ മിണ്ടത്തില്ല. പിന്നെ ഞാൻ കിടന്ന് ഫോണിൽ വിളിക്കണം. ഫോൺ വിളിച്ചാലിട്ട് എടുക്കൂ, അതും ഇല്ല. എടുക്കും. കള്ളം പറയലും എടുക്കത്തില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നവരാ ഞാൻ. ഇപ്പൊ മനസ്സിലായേ? സത്യം എവിടെയാണെന്ന് മനസ്സിലായേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, അടി ഉണ്ടാക്കുന്ന ആരാ? ഞാൻ അടി ഉണ്ടാക്കത്തില്ല. ആദ്യം ഇങ്ങോട്ട് കയറിയിരുന്ന് ചൊറി. അപ്പൊ ഞാൻ മാന്തും. ഞാൻ മാന്തത്തില്ല. ഞാൻ മാന്തും. ഇല്ല, ഇങ്ങോട്ട് തന്നെ രണ്ടും ചെയ്യുന്ന ഇവിടുന്ന്. ചൊറിച്ചിൽ ഇവിടുന്ന, മാന്തൽ ഇവിടുന്ന. അടി ഉണ്ടാക്കുന്ന ഇവളാ ഗൈസ്. അടി ഉണ്ടാക്കും, അടി പൊട്ടും. അടി ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ സ്വാഭാവികമായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കും. കള്ളം മാത്രം പറയില്ല, അതിന് മുമ്പ് കുറെ സംഭവങ്ങൾ നടക്കും. ഇല്ല, അത്ര നല്ല രീതിയിൽ ചുമ്മാതെ പറഞ്ഞ. പിന്നെ ഇടയ്ക്ക് ഒരു അടിയൊക്കെ വേണം, അന്നേരം സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അതാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതല്ലേ നല്ലത്? അതാണ് നല്ലത്. കൂട്ടത്തിൽ ആരാണ് ഫണ്ണി? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കൂട്ടത്തിൽ ആരായിരിക്കും ഫണ്ണി? ഇവള് തന്നെ. കൂട്ടത്തിൽ ഏറ്റവും ഫണ്ണി ഇവള് തന്നെ, വേറെ ആരുമല്ല, ഇവള് തന്നെ. ചില സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇരുന്ന് അടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോ തൊട്ടാണ് ഇവൾ ഇത്രയും സംസാരിക്കാൻ തുടങ്ങി. അല്ലാതെ ഇവൾ അങ്ങനെ സംസാരിക്കുമൊന്നുമില്ല. കുറച്ച് സംസാരിക്കുന്ന ആളും ഏട്ടൻ കൂടുതൽ സംസാരിക്കുന്ന. കാര്യം ഞാൻ കുറച്ച് എൻ്റെ ഫീൽഡ് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അച്ചു അങ്ങനെയല്ല, നേരെ തിരിച്ച. പിന്നെ അത് മാത്രമല്ല, അച്ചുവിന് അറിഞ്ഞുകൂടാത്തവരെ കണ്ടാലും ഒരു എന്താ പറയാ, ഒരു കാണുമ്പോഴും മിണ്ടാനായിട്ട് ഉള്ളൊരു പേടിയാണ്. അത് കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആവും. പിന്നെ ജസ്റ്റ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് മാത്രമാണ് മിണ്ടാത്തത്, അത്രേ ഉള്ളൂ. അല്ലാതെ ജാട ഉണ്ടെന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ചില സമയത്ത് എനിക്കും ആ ഒരു മുമ്പൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും മാറി വന്നതാണ്. അപ്പോൾ അത് കണക്ക് മാറി വന്നു. ഇപ്പം ഒരുവിധമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പം കൂടുതൽ ഫണ്ണി ഇവള് തന്നെ, ഒന്നും നോക്കണ്ട, ഇവള് തന്നെ ഫണ്ണി. അത് നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് അടുത്ത ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതുപോലെ അറിയാം ഇവള് നല്ല ഫണ്ണിയാണെന്നുള്ളത്. കാര്യം ചില സമയത്തിരുന്ന് അടി എന്നൊക്കെ പറഞ്ഞാൽ അതേ കണക്കെ കൗണ്ടറാക്കാൻ ചില സമയത്ത് ഞാൻ പറയാറുണ്ട്. മറ്റേ പ്രോഗ്രാമിന് പോകാനായിട്ട് ഞാൻ പറയാറുണ്ട്. പക്ഷേ മറ്റേ കാർത്തിക് സൂര്യയുടെ പരിപാടി പോകാനായിട്ട് ഞാൻ പറയാറുണ്ട്. പോകാൻ നല്ലതല്ലേ? അമ്മയും പറയാറുണ്ട്, ഇവിടെ എല്ലാവരും പറയാറുണ്ട്. ആ ഒരു പരിപാടിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നീ പോ, സ്റ്റാൻഡപ്പ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. ഇവിടെ പറയുന്ന കാര്യം ഇവിടെ അവിടെ പോയി പറഞ്ഞാൽ മതി, ഉറപ്പായിട്ട് മെമ്പർ കിട്ടും. അത് കണക്ക. അപ്പൊ തള്ളിയല്ലേ, സത്യമായിട്ട് തള്ളിയല്ലോ കേട്ടോ, തള്ളിയതല്ല. സീരിയസ്ലി പറയുക, ഞങ്ങൾ വീട്ടുകാർക്ക് മാത്രമേ ഇങ്ങനെ അറിയുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സൈലന്റ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് റൊമാൻറ്റിക്? ഞാൻ. ചുമ്മാത കണ്ടറിഞ്ഞൂടെ? ഞാൻ തന്നെ. ചുമ്മാത. സത്യമായിട്ട് ഞാനാ. രണ്ടുപേരും ഓക്കെ, അടിയില്ല, രണ്ടുപേരും ഓക്കെ. അടുത്ത ചോദ്യം. ആർക്കാണ് ക്ഷമയുള്ളത്? അതെനിക്കില്ല കേട്ടോ, സത്യം. ക്ഷമ ഇച്ചിരി കുറവാന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഇതായിപ്പോ, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ഒരുപാട് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ. മുമ്പെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം, ഭയങ്കരം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ദേഷ്യം വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ദേഷ്യം വരാറില്ല.
ഭയങ്കരമായിട്ട് ഇല്ല ഇല്ല പറഞ്ഞ കണക്കില്ല ഇപ്പോൾ ഒരു റീൽസ് ഉണ്ടല്ലോ അതിനകത്ത് ഇപ്പം ഇറങ്ങിയത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഒരു റീൽസ് ഉണ്ടായിരുന്നല്ലോ മറ്റേ ശിവന്റെയും പാർവതിയുടെയും കൂടെ ഒരു വൈരാഗിയെ ആ ഒരു സെറ്റപ്പാണ് സത്യം ആ ഒരു സെറ്റപ്പാണ്. അല്ല എനിക്കിപ്പോൾ ദേഷ്യം പൊതുവെ ഞാൻ ദേഷ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കുറവാണ്. മുമ്പ് ഇതിലും ഉണ്ടായിരുന്നു, മുമ്പ് നല്ല ദേഷ്യമായിരുന്നു കേട്ടോ. എന്താണ് സംഭവം? അടുത്ത ചോദ്യം. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആരായിരിക്കും? എന്നാൽ ഏകദേശം ഒരു ഗസ്. ആരാ? ഞാനും കുക്ക് ചെയ്യും പക്ഷെ അടിപൊളിയായിട്ടൊന്നും കുക്ക് ചെയ്യത്തില്ല. ഉള്ള ആരും പറയണമല്ലോ, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യൂ. നിനക്ക് തന്തൂരി ഉണ്ടാക്കി തന്നാരാ? ഇവിടെ ബാർബിക്യൂ ഉണ്ടാക്കി തന്നാരാ? അതെന്താ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേ അരപ്പാ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിന്ന് തിരിച്ചിടുന്നേനോ ബാർബിക്യൂ തന്തൂരി? തള്ളു അല്ല എനിക്ക് പോട്ടെ, കുക്ക് ചെയ്തോട്. എനിക്ക് വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കി തരുന്നേരാ? വെറൈറ്റി ജ്യൂസ് അതൊക്കെ ഉണ്ടാക്കി തരും. ഉള്ളത് പറയണം. ഷാർജയൊക്കെ അടിച്ചു തരും. ഷാർജ മാത്രമാണോ? ഷാർജ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ കറക്റ്റാ. നമ്മളെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? കിടില സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് അതൊക്കെ ഭയങ്കര ജ്യൂസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ചെയ്യാറുണ്ട്. ദോശയൊക്കെ ചുടും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ പറയുക, ഇവള് കുക്ക് ചെയ്യാൻ കയറുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്ന കാര്യം ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ കട്ട് ചെയ്യാൻ എടുക്കും. അത് ഏറ്റവും വലിയൊരു മെനക്കേടാ. കട്ട് ചെയ്യാനായിട്ട് മേടിക്കും, പക്ഷേ എവിടെയെങ്കിലും ഒരിടത്തിരിക്കും. നമ്മൾ പിച്ചാത്തി ആയാലും കട്ടിംഗ് ബോർഡ് ആയാലും. അല്ല പിച്ചാത്തിയും കട്ടിംഗ് ബോർഡൊക്കെ ഞാൻ കൊണ്ടുപോകും. കള്ളം പറയലും ഞാൻ എടുത്തോണ്ട് പോകും. എനിക്ക് ഇഷ്ടപ്പെട്ട പിച്ചാത്തി ഞാൻ എടുക്കത്തുള്ളൂ. അതൊക്കെ അങ്ങനെ എടുക്കാതെ വെച്ചേക്കുന്ന പിച്ചാത്തി കാണത്തില്ലേ പുതിയത്, അത് നല്ല മൂർച്ച, അത് തന്നെ വേണം. അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറ്. അതിന് കുറച്ച് വാശിയൊക്കെ ഉണ്ട്. പക്ഷെ കട്ട് ചെയ്തെടുത്തില്ലേ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് മണിക്കൂറുകൾ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കേണ്ടിയും വരും. ആരാ ബെസ്റ്റ് കുക്ക് ആരാന്ന് ചോദിച്ചോളൂ. എന്തായാലും അവാർഡ് നിനക്ക് തന്നിരിക്കുവോ? അടുത്ത ചോദ്യം എന്താണ്? സ്കിപ്പ് ചെയ്യുന്ന പരിപാടി ഇല്ല ഇതിനകത്ത്. പോകാൻ റെഡി ആകുമ്പോൾ അത് ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ആരായിരിക്കും താമസിക്കുന്നത്? വേറെ ഒന്നുമില്ല. ഞാൻ റെഡി ആവാം, പക്ഷെ ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്നോണ്ടായിരിക്കും താമസിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. മേക്കപ്പ് ചെയ്യാൻ മേക്കപ്പ് ഒന്നുമില്ല. ലിപ്സ്റ്റിക് ഇടാനാ താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ലിപ്സ്റ്റിക് ഇടാൻ. അല്ല സത്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ താമസിക്കുന്നത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ അതൊന്നും അല്ല താമസം. അല്ലല്ല അതൊന്നും അല്ല താമസം. ഏറ്റവും വലിയ താമസം എന്താണെന്ന് അറിയും? ഏത് ഡ്രസ്സ് ഇടണം എന്നും ചൂസ് ചെയ്യുന്നതിനാണ് താമസം. അതാണ് ഹൈലൈറ്റ്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതാ. ചൂസ് ചെയ്യും. അപ്പം ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇത് കൊള്ളത്തില്ല മറ്റേതിൻ്റെ ഇടാന്ന് പറയും. അപ്പം ഇനി അടുത്ത ചോദ്യം എവിടെ വരെ നമ്മൾ ചോദിച്ചത്? 8ാമത്തെ തൊട്ട് 7 8ാമത്തെ ചോദ്യം കേട്ടോ. വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് ആര്? ഞാൻ. വൃത്തികേടായി സൂക്ഷിക്കുന്നത് നല്ല ചോദ്യം. വൃത്തിയായി സൂക്ഷിക്കുന്നത് ഞാനാ വൃത്തിയായി സൂക്ഷിക്കുന്നത്. വൃത്തികേടായിട്ട് സൂക്ഷിക്കും. അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് മാറിക്കഴിഞ്ഞാൽ വരും, അതെടുത്ത് അവിടെ ഇടും, ഇതെടുത്ത് ഇവിടെ ഇടും. സംഭവം വേറെ ഒന്നുമല്ല. എനിക്ക് ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തിരിക്കും. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം അടുക്കി പറക്കി. എനിക്കത് കാണുന്നത് എന്ത് ഇഷ്ടം. അടുക്കി പറക്കി അത് പണ്ടേ വീട്ടിൽ ശീലിച്ച ശീലമായി പോയി. വൃത്തിയില്ലായ്മ ഇഷ്ടമല്ല. വൃത്തിയില്ലായ്മയല്ല, വൃത്തിയില്ലായ്മ ഒരു കഴിവാണ് ദാസ. പക്ഷെ ഞാൻ വൃത്തിയാക്കി ഇടാറുണ്ട്. ഇല്ലെന്ന് പറയും. വൃത്തിയാക്കി ഇടും, പക്ഷെ തന്നെ അത് വൃത്തിയേടാക്കുകയും ചെയ്യും. സംഭവം വേറെ ഒന്നുമില്ല. ഇവിളി കുന ഉള്ള ഐറ്റംസ്, ഇവളുടെ ഈ സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കും. ഇതിന്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു ഐറ്റം എടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മാത്രമല്ല കട്ടിലേന്ന് നീച്ചോ ഷീറ്റ് പിടിച്ചിടുവോ? ഇല്ല. തുണി മടക്കി വെക്കുകയോ? ഇല്ല. ആരാ തുണി മടക്കി തരുന്നത്? കള്ളം പറയല്ലോ. എപ്പോഴും മടക്കി തരാറുണ്ട്, എന്നൊന്നും മടക്കി തരാറില്ല. പക്ഷെ എനിക്ക് സമയം കിട്ടും. വൃത്തിയാക്കിയിടുന്ന എല്ലാം കുളവാക്കിയിട്ടു. അടുത്തത് ആരാണ് ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത്? വേറെ ആരും ഇല്ല, ഇവിടെ തന്നെ. ഞാൻ എന്തിനാ കാശ് ചെലവാക്കുന്നു? കള്ളം പറയല്ലോ. ഞാൻ മിണ്ടത്തില്ല. അല്ല സീരിയസ് ഒന്ന് ആലോചിച്ച് നോക്ക. നീ അല്ലേ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്നത്? ഞാൻ എന്തിനാ കാശ് ചെലവാക്കുന്നത്? കഴിക്കാൻ. ഞാൻ ഫുഡിനാ കാശ് ചെലവാക്കുന്നത്. സാധനം ഫുഡ് മേടിക്കാൻ. നീ എന്തിനാ കാശ് ചെലവാക്കുന്നത്? ഞാൻ എന്തിനാ കാശ് ചെലവാക്കുന്നത്? അപ്പൊ ഡ്രസ് എടുത്ത ഈടെയൊക്കെ ആര്? കള്ളം പറയല്ലോ.
ഞാൻ എടുത്ത് ഡ്രസ്സ് എടുത്ത് എടുക്കുമ്പോഴത്തേക്ക് രണ്ടുപേർക്ക് എടുക്കും. പിന്നെ ബർത്ത്ഡേക്ക് എടുക്കുമ്പോൾ മാത്രമായിരിക്കും, ചില സമയത്ത് ഒരാൾക്ക് മാത്രം എടുക്കും. ഒരാൾക്ക് മാത്രം. ബർത്ത്ഡേ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമായിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫറോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും എടുക്കും. അത് നമ്മൾ കോമൺ ആയിട്ടല്ല, അല്ലാതെ ചിലവാക്കുന്നു. ഓവറായിട്ട് ചിലവാക്കാറുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഓവറായിട്ട് ആവശ്യത്തിന് മാത്രമേ ചിലവാക്കാറുള്ളൂ, അനാവശ്യമായിട്ട് ചിലവാക്കാറില്ല. ആരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്? ഫോൺ യൂസ് ചെയ്യുന്ന അച്ചു. അച്ചു അല്ല, അച്ചുവിന്റെ ഭർത്താവ്. അല്ല, പിന്നെ കള്ളം മാത്രം പറയുന്നത്. 24 മണിക്കൂറും ഫോണും കുത്തി രാവിലെ എണീക്കുമ്പോ എല്ലാരും പറയും ചായ അല്ലെങ്കിൽ കാപ്പി തരാൻ പറയും. പക്ഷെ ഇതങ്ങനെയല്ല. അച്ചു ഫോൺ എണീച്ചിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഫോൺ നോക്കാം, വേണ്ട, ഫോൺ തന്നാൽ മാത്രമേ എണീക്കൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കും. സ്ഥിരമായിട്ട് 1-2 പേരുടെ സ്റ്റാറ്റസും ഇതൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെസ്സേജസ് ഒക്കെ ഞാൻ രാവിലെ എണീറ്റ് നോക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്തെങ്കിലും കാര്യങ്ങൾ, ആരെങ്കിലും മരണമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഭയങ്കര ന്യായീകരണമല്ല, കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ ഗേറ്റ് മിക്കവാറും രാവിലെ നോക്കാറില്ലേ, ഒരാളുണ്ട്, അയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻസ് സ്റ്റാറ്റസ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ ഇടാറുണ്ട്. റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എടുത്ത് നോക്കും. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതേ കുറവാണ് സത്യത്തിൽ. ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അല്ലാതെ കൂടുതലും ഇൻസ്റ്റ തന്നെ. നമ്മളിപ്പോൾ പേജ് തുടങ്ങിയോണ്ട് മാത്രം ഞാൻ ഫേസ്ബുക്കിലോട്ടൊന്ന് എത്തി നോക്കിയത് ഞങ്ങൾ അല്ലേ. ഞങ്ങൾ അങ്ങനെ ഫേസ്ബുക്കിൽ പേജ് തുടങ്ങി. അതേ സന്ദർഭത്തിൽ പറയുകയാണ്. അതെ, ഞങ്ങൾ പേജ് തുടങ്ങിയിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? ആദ്യം പറഞ്ഞല്ലോ, ഏട്ടൻ തന്നെ സംസാരിക്കുന്നത്. ഞാൻ വലുതായിട്ട് സംസാരിക്കത്തില്ല. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന സംസാരമുള്ളൂ. അതിപ്പം ഞങ്ങൾ 2 പേരും മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. റൂമിനകത്തില്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും വീട്ടിലും അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അടുത്തൊക്കെ സംസാരിക്കും. പക്ഷെ ഇപ്പൊ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഒരാൾ ഇവിടെ വന്ന് നിന്ന് നോക്കേ, പിന്നെ പറ്റൂല. പിന്നെ സംസാരം മൊത്തം പോയി. പിന്നെ ഈ പറയുന്നൊക്കെ തെറ്റിപ്പോവും. പേടിയാ, ഭയങ്കര പേടിയാ. പറയുന്നൊക്കെ തെറ്റിപ്പോവും. കുറെ പേടി മാറിയതും കുറച്ചൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത് എന്റെ കൂടെ കൂടിയതിനു ശേഷം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ലാസ്റ്റായി. അറിഞ്ഞില്ലേ? ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ആർക്ക്? ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ പ്രാന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ അച്ഛന് വോമിറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതായത് കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ തോന്നും. പക്ഷെ ഇപ്പം ആ പരിപാടി ഇല്ല. ഇപ്പം ഇല്ല, പോയി അതങ്ങ് മാറി കറക്റ്റായി. അല്ലെങ്കിൽ ഭയങ്കര യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് വരത്തില്ലെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അതെ, അതങ്ങ് മാറി കിട്ടി. സംഭവം ഞാൻ പറഞ്ഞുതരാം. അച്ഛന് നല്ല രീതിയിൽ ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു പൊറോട്ടയും ചിക്കനും കഴിക്കാനായിട്ട് വെളുപ്പിന് എണീറ്റ് റെഡി ആയി നിൽക്കുക. തലേന്ന് പറഞ്ഞായിരുന്നു ഞങ്ങള് പൊറോട്ടയും ചിക്കനും കഴിക്കണമെന്ന് അമ്മയടുത്ത് പറഞ്ഞായിരുന്നു. രാവിലെ എണീച്ചേക്ക അമ്മ ഞങ്ങള് പൊറോട്ടയും ചിക്കനും കഴിക്കാൻ പോകും. അപ്പൊ അമ്മ ചോദിച്ചു, വെളുപ്പിന് അല്ലെങ്കിൽ പിള്ളേരെ നിങ്ങൾക്ക് എന്താ ഈ രാവിലെയാണ് പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കുന്നത്? വെളുപ്പിനാണ് ഈ പൊറോട്ടയും ചിക്കനൊക്കെ കഴിക്കുന്നത്, ഇത് എവിടെ കിട്ടാനെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ കഴിക്കാനല്ല അമ്മ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉച്ചയൊക്കെ കഴിയും. അപ്പൊ അമ്മ ചോദിച്ചു എവിടെ പോകുന്നു? ഞങ്ങള് പറഞ്ഞു ഞങ്ങള് കേരള തമിഴ്നാട് ബോർഡറിലൊന്ന് പോയി ചിക്കൻ കഴിച്ചു. അമ്മ ചോദിക്കുക ഇവിടെ എങ്ങും കിട്ടത്തില്ലേ, അവിടെ പോയാൽ കഴിക്കാൻ പറ്റത്തോളം. സംഭവം ആ ഒരു ഫുഡ് ഞങ്ങൾ കഴിക്കാൻ പറ്റി പോയതാണ്. പക്ഷെ ആ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഫസ്റ്റ് വ്ലോഗ് എടുത്തത് അതായിരുന്നു. ഓർമ്മയുണ്ടോ? പക്ഷെ അത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, ഒരു 3-4 വർഷമായി കാണും. 3-4 വർഷം മുമ്പാ ഫസ്റ്റ് നമ്മൾ 4 വർഷമായെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ആയി കാണും. ഫസ്റ്റ് നമ്മൾ അന്ന് ഇത് തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നേ, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് അന്ന് നടന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസറും ഒക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അത് മാത്രമല്ല, നിങ്ങൾ അയക്കുന്ന മെസ്സേജസും
നിങ്ങൾ ഇടുന്ന കമന്റ്സും ഒക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. കൂടുതൽ ഞങ്ങൾക്ക് മെസ്സേജ് വരുന്ന ഇൻസ്റ്റാഗ്രാമിലായിരിക്കും, കമന്റ്സും കൂടുതൽ അതിനകത്തായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ റിപ്ലൈ മാക്സിമം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ കമന്റ് കുറവാണ് വരുന്നത്, അതിന് നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട്. വരുന്നതിനൊക്കെ ഞങ്ങൾ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇത് കണക്ക് നിങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടാലും മതി. അപ്പൊ ഞങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടിയൊന്നും നടന്നില്ല, ഇനി ഇത് കഴിഞ്ഞ് അടി നടക്കുമെന്ന് അറിയത്തില്ല. ഇല്ല, അടി നടക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാ ബാലൻസ് ചെയ്തെല്ലാം നിർത്തി. അടി നടന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യ കരയാൻ. ഇല്ല, അടി നടക്കാനുള്ളതൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ അടി അങ്ങനെ ഞങ്ങളമ്മ അങ്ങനെ അടി നടക്കാറൊന്നും ഇല്ലല്ലേ? അവര് വിശ്വസിച്ച് നടക്കാറുണ്ട് ഗൈസ്, അടിയൊക്കെ ഞങ്ങൾ കൂടാറുണ്ട്. വീടുണ്ടോ? ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് ഭയങ്കര അടി നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് കണക്ക് തന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഒക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. മെസ്സേജ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ അയക്കേണ്ടത്. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് ആ ചോദ്യം ആഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ പോകുന്നു. ബൈ ബൈ.